ഒരു സാധാരണ ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സൂപ്പർ പവറാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നത്. നമുക്കെല്ലാവർക്കും ഈ ആക്ട് എന്താണെന്ന് അറിയാമെങ്കിലും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഒരു ധാരണയില്ലായിരിക്കും. നമുക്കതൊന്ന് നോക്കിയാലോ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിന് കേരള ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്ന വെബ് പോർട്ടലാണ് rti.portal.kerala.gov.in എന്നത്. ആദ്യം ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ന്യൂ RTI എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ ആദ്യം വരുന്ന ടാബ് പബ്ലിക് അതോറിറ്റി ഡീറ്റെയിൽസ് എന്ന ടാബാണ്. RTI പോർട്ടലിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ സർക്കാർ ഓഫീസുകളും ഇവിടെ കാണാം. ഏത് ഓഫീസിലേക്കാണോ അപേക്ഷ സമർപ്പിക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ മാത്രമേ ഇപ്രകാരം അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് അപേക്ഷയുടെ വിവരങ്ങൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ടൈപ്പ് ചെയ്യാവുന്നതുമാണ്. അതോടൊപ്പം ആവശ്യമെങ്കിൽ എഴുതി തയ്യാറാക്കിയ അപേക്ഷയുടെ മറ്റനുബന്ധ രേഖകൾ ഒറ്റ PDF-ലായി അപ്ലോഡ് ചെയ്യാവുന്നതുമാണ്. തുടർന്ന് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള സ്ക്രീനിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെടും. 10 രൂപയാണ് RTI പോർട്ടൽ കേരളയിൽ ഒരു അപേക്ഷ ഫയൽ ചെയ്യുന്നതിനുള്ള തുക. എന്നാൽ കൂടുതൽ പേജുകളുള്ള മറുപടികൾക്ക് അഡീഷണൽ തുക അടയ്ക്കേണ്ടതായിട്ടുമുണ്ട്. ഇപ്രകാരം സമർപ്പിച്ച അപേക്ഷകൾ സബ്മിറ്റഡ് എന്ന സെക്ഷനിൽ ഉണ്ടായിരിക്കും. അവയുടെ രജിസ്ട്രേഷൻ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ലഭ്യമാകും. ശേഷം നമ്മൾ സമർപ്പിച്ച അപേക്ഷകൾക്ക് കിട്ടുന്ന മറുപടി റീപ്ലൈ സെക്ഷനിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫയൽ ചെയ്ത ആപ്ലിക്കേഷന് നിശ്ചിത സമയത്തിനുള്ളിൽ റീപ്ലൈ കിട്ടാതിരിക്കുകയോ കിട്ടിയ മറുപടി തൃപ്തികരമല്ലെങ്കിലോ 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. സാധാരണ RTI അപേക്ഷകൾക്ക് 30 ദിവസത്തിനുള്ളിലും അപേക്ഷകന്റെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന അടിയന്തര വിഷയങ്ങളാണെങ്കിൽ 2 ദിവസത്തിനുള്ളിലുമാണ് മറുപടി ലഭിക്കേണ്ടത്.